ഹേ ഗൈസ്, ഞാൻ ഇന്ന് ട്രെയിനിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വെറൈറ്റി മീറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിലോ ഒന്നുമല്ല, ട്രെയിനിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട് നിന്നിട്ടാണ് ഷൂട്ട് എടുക്കുന്നത്. അതായത് ഷൂട്ടുള്ള സമയത്ത് മാത്രം ഒന്ന് കൊച്ചിയിൽ വന്ന് ഷൂട്ട് എടുക്കുകയാണ്. കൊച്ചിയിൽ ഞാൻ സ്റ്റേ അല്ല. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ 1-2 കൂടുമ്പോൾ 2-3 ദിവസം ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ട്രെയിൻ തന്നെ ശരണം. ഞാൻ കുറേ നേരം ഈ ട്രെയിനിൽ കയറിയിട്ട് എന്നെ ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഫുൾ സൈസ്. ആദ്യം ഞാൻ കരുതി എനിക്ക് എടുക്കാറില്ല എന്ന്, പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആ മിററിൻ്റെ അത്ര ഈ ഹൈറ്റ് ഇല്ല ഗൈസ്. ഞാൻ ഹൈറ്റ് കുറവായതുകൊണ്ട് എന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ എടുത്ത് ഞാൻ പോയി. ഇതാണ് എൻ്റെ സീറ്റ്. എപ്പോഴും ഞാൻ ഈ ലോവർ ബർത്ത് സീറ്റാണ് ബുക്ക് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ എനിക്ക് പിടിച്ച് കയറണ്ട, പിന്നെ എനിക്ക് ലഗേജ് ഒക്കെ വയ്ക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ആരെങ്കിലുമൊക്കെ പിടിച്ച് ഞാൻ ആശ്രയിക്കേണ്ടതായി വരാറുണ്ട്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ ട്രെയിനിൽ, അതായത് ട്രെയിനിലല്ല, പുറത്ത് നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ ട്രെയിൻ യാത്ര ചെയ്യാൻ നല്ല രസമല്ലേ, അതായത് നല്ല വൈബാണ്. കുറച്ചിപ്പോൾ ടി ടി ഒന്നും നമ്മൾ നമ്മുടെ നമ്പറും സീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഗരീബ് രഥ് ആയതുകൊണ്ട് തന്നെ ഗരീബ് രഥിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗരീബ് രഥിൽ പാൻട്രി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചവെള്ളം കിട്ടില്ല എന്നർത്ഥം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് വന്നത്. ഒന്നുമില്ല, സാധാരണ ചോറും ഉപ്പേരിയും അങ്ങനെയൊക്കെ. പിന്നെ ഒരു മുളക് ഉണ്ടായിരുന്നത് ചത്ത് ചീനി പോയി ഗൈസ്. പിന്നെ എനിക്ക് എവിടെ പോയാലും ഒരു ഫ്രണ്ടിൻ്റെ നിർബന്ധമാണ്. അങ്ങനെ എനിക്ക് ഈ ട്രെയിനിൽ കിട്ടിയ എൻ്റെ ഒരു സുന്ദരി ഫ്രണ്ടാണ് പോകുന്നത് കേട്ടോ. നല്ലൊരു സുന്ദരി അമ്മ. ഒരു കുറേ നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റ് എടുക്കുമ്പോഴാണ്, അതായത് ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിട്ടപ്പോഴാണ് ഞാൻ പുറത്തേക്ക് നോക്കിയത്. അവിടെയാണ് ഒരു മനോഹരമായ കാഴ്ച ഞാൻ കണ്ടത്. അതായത് നല്ല മഴയത്ത് ഒരു ചെക്കൻ കിടന്ന് ചില്ല് ചെയ്യുക സൈക്കിളിൽ. അവൻ്റെയൊക്കെ ലൈഫ്. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ കോഴിക്കോട് എത്താനായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉറക്കമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര പറയാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഉറങ്ങായതുകൊണ്ട് ഞാൻ ശല്യം ചെയ്തില്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും അമ്മനെ കാണുമെന്ന വിശ്വാസത്തോടു കൂടി അവിടെ നിന്ന് മനസ്സില്ലാ മനസ്സോടു കൂടി ഞാൻ ഇറങ്ങി എൻ്റെ സ്വന്തം കോഴിക്കോട് എത്തി. സന്തോഷം, സമാധാനം.